തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന KT ജലീൽ. ഒരധികാര പദവിയും ഇനി വേണ്ട. അവസാന ശ്വാസം വരെ CPM സഹയാത്രികനായി തുടരുമെന്നും KT ജലീൽ പറയുന്നു. വെളിപ്പെടുത്തലുകൾക്കൊരുങ്ങി KT ജലീലും രംഗത്ത് വരികയാണ്. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്ന് ജലീൽ പറയുന്നു. ഇതിനായി ഒരു പോർട്ടൽ തുടങ്ങും. വിശദവിവരങ്ങൾ ഒക്ടോബർ 2-ന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിയുടെ അവസാന അധ്യായത്തിലാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, എന്താണ് KT ജലീൽ ഈ ഘട്ടത്തിൽ പറയുന്നത്? മലപ്പുറത്തു നിന്നുള്ള ഇടത് MLA-മാർ എല്ലാവരും തന്നെ പോലീസിനെതിരെ ശക്തമായ പ്രതികരണം പല ഘട്ടങ്ങളിലായി നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്നുള്ളൊരു പ്രതികരണം കൂടി ജലീലിൽ നിന്ന് വരുന്നു. അതോടൊപ്പം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? രണ്ടാമതൊരു ഭരണപക്ഷ MLA കൂടി ആഭ്യന്തര വകുപ്പിനെതിരെ തിരിയുന്നു. കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ PV അൻവറിന് പിന്തുണയുമായി ഫേസ്ബുക്കിലൂടെ KT ജലീൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷണം വേണമെന്നും ആഭ്യന്തര വകുപ്പ് ഒരു സമഗ്ര അന്വേഷണത്തിന് തയ്യാറാകണമെന്നുമായിരുന്നു ഈ KT ജലീലിന്റെ ആവശ്യം. സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ വീണ്ടും KT ജലീൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളോടെയാണ് ഇത്തരത്തിൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാവുന്നത്. ഇന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥരിലടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ കള്ള നാണയങ്ങളെ തുറന്നു കാട്ടണം. ആ കള്ള നാണയങ്ങളെ തുറന്നു കാട്ടാൻ താനൊരു പോർട്ടൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. മാത്രമല്ല, സ്വർഗസ്ഥനായ ഗാന്ധി എന്ന തൻ്റെ പുതിയ ഒരു പുസ്തകം അടുത്ത ദിവസങ്ങളിൽ പ്രകാശനം ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും കൂടുതൽ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് കൂടിയാണ് ഇപ്പോൾ KT ജലീൽ MLA കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പുതിയൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് താൻ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. ഇനി ഒരു ഘട്ടത്തിലും MLA ആവാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ താനില്ല. മാത്രമല്ല, ഒരു അധികാര പദവിയിലേക്കും താൻ ഇല്ല എന്നുകൂടി ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിട പറയൽ കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. PV അൻവർ MLA ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന സമയത്ത് PV അൻവർ MLA ഭാവി തന്നെ എന്താകുമെന്നുള്ള കാര്യത്തിൽ പലവിധ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും തൻ്റെ കരിയർ താൻ അവസാനിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം KT ജലീൽ നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ PV അൻവറിൻ്റെ ആരോപണങ്ങൾക്ക്, അഥവാ ഉന്നത ഉദ്യോഗസ്ഥരുടെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞുകൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ KT ജലീൽ അത്തരമൊരു വിട പറയൽ പ്രഖ്യാപിക്കുന്നത്. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് താൻ പിന്മാറുമെങ്കിലും എല്ലാ കാലത്തും താൻ ഒരു CPIM-ന്റെ ആ പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിൽക്കും, എല്ലാ കാലത്തും ആ പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനവും ഇപ്പോൾ KT ജലീൽ നടത്തുകയും ചെയ്യുന്നു. എന്തായാലും PV അൻവറിന്റെ പാർട്ടിയിൽ പിന്തുണയേറുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. സമാനമായതും കൗതുകം ജനിപ്പിക്കുന്നതുമായ കാര്യം PV അൻവർ ആയാലും KT ജലീൽ ആയാലും മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ്. എന്തും മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയും. മുഖ്യമന്ത്രിയെ ഗുരുവായി പിതാവിനെ പോലെ കണ്ട് എന്നൊക്കെ ഇരുവരും പല ഘട്ടങ്ങളിലും പ്രതികരിച്ചിട്ടുള്ളതാണ്. ഓണ ദിവസം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും തനിക്ക് വീട്ടിലേക്ക് പായസം എത്താറുണ്ട് എന്ന് ജലീൽ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അടുപ്പമുള്ള മുഖ്യമന്ത്രിയോട് ഈ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന അനീതികൾ സംബന്ധിച്ച് ഒന്നും നേരിട്ട് പറയാൻ പറ്റാത്തത്ര അവസ്ഥയാണോ ഈ നേതാക്കൾക്ക്? ഇനി രാഷ്ട്രീയ ജീവിതത്തിനേ ഇല്ല, മത്സരിക്കാനേ ഇല്ല എന്ന് KT ജലീൽ പറയുമ്പോൾ നേരത്തെ തന്നെ അതൃപ്തിയുടെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ജലീൽ ഉദ്ദേശിക്കുന്നത്? നേരത്തെ തന്നെ PV അൻവർ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആരോപണങ്ങളായി രംഗത്ത് വരുന്നു എന്നതിൽ വലിയൊരു ചോദ്യം ഉയർന്നിരുന്നു. എന്താണ് അതിന് കാരണം? PV അൻവർ ഇത്തരത്തിലൊരു പോരാളിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ, അഥവാ മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന് നേരെ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് എന്ത് ധൈര്യത്തിലാണ് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അതിന് ആ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പല രാഷ്ട്രീയ കേന്ദ്രങ്ങളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട്, ഷാദിസ്കറിയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടിയുടെ പിന്തുണ കിട്ടിയില്ല. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് PV അൻവറിനെ ചതിച്ചു എന്നതാണ് PV അൻവറിന് തന്നെ ഒരു വിലയിരുത്തൽ. P ശശിയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും DGPക്ക് പരാതി നൽകിയിട്ടും ADGPയെ സമീപിച്ചിട്ടുമൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പ് PV അൻവറിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ആ കാര്യത്തിൽ വലിയ അതൃപ്തി PV അൻവറിനുണ്ടായിരുന്നു. ഈ ഒരു നെക്സസിന് അല്ലെങ്കിൽ പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്നുവെന്ന് PV അൻവർ ആരോപിക്കുന്ന ലോബിയെക്കുറിച്ച് മുഖ്യമന്ത്രി ധരിപ്പിക്കാനും PV അൻവർ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ 10 മിനിറ്റിൽ കൂടുതൽ ആർക്കും അപ്പോയിൻമെന്റ് നൽകാത്ത, സംസാരിക്കാൻ അവസരം നൽകാത്ത
പുതിയ മുഖ്യമന്ത്രി ഓഫീസിലെ ശൈലി അത് PV അൻവറിന് വിലങ്ങുതടിയായി. ഇത്രയും കാര്യങ്ങൾ പറയാൻ തനിക്ക് 1 മണിക്കൂറിലധികം സമയം വേണമെന്നുള്ളൊരു നിലപാട് PV അൻവർ സ്വീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും അത്തരം ഒരു കാര്യം അവതരിപ്പിക്കാനോ മുഖ്യമന്ത്രി മുമ്പിൽ എത്തിക്കാനോ PV അൻവറിന് സാധിച്ചില്ല. ആ കാര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരടക്കം ഇത്തരത്തിൽ സേനയിലെ കാര്യങ്ങൾ നടന്നിട്ടടക്കം അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. P ശശി ഒരു പരാജയമാണെന്ന് PV അൻവർ MLA തന്നെ ഉന്നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായും ഇതിലുള്ള അതൃപ്തിയൊക്കെ ഉൾപ്പെട്ടത് കൊണ്ടാണ് PV അൻവർ പരസ്യമായി തന്നെ ഇനി മുഖ്യമന്ത്രി മാധ്യമങ്ങളിലൂടെയും തൻ്റെ ആരോപണങ്ങളിലൂടെയും കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് PV അൻവർ എത്തിയത്. ഇനി പാർട്ടി തന്നെ തള്ളി പറഞ്ഞാലും തന്നെ പുറത്താക്കിയാലും താൻ നേരിടാൻ ഒരുക്കമാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു PV അൻവറിന്റെ പോരാട്ടം. ഇതിനാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തന്നെ PV അൻവറിന്റെ പിന്തുണയുമായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷത്തൊപ്പം നിൽക്കുന്ന ഭരണപക്ഷ MLA ആയ KT ജലീൽ രംഗത്തെത്തിയിരുന്നു. അതിന് ആദ്യം തന്നെ അദ്ദേഹം കുറിച്ച് വരി ആഭ്യന്തര വകുപ്പ് ഒരു സമഗ്ര അന്വേഷണത്തിന് തയ്യാറാകണമെന്നായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ KT ജലീൽ പ്രതികരിച്ചത്. സ്വാഭാവികമായും അൻവറിന് തന്റെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുക എന്ന് തന്നെയായിരുന്നു KT ജലീലിന്റെ ഉദ്ദേശം. പലപ്പോഴും ജില്ലാ നേതൃത്വമടക്കം ഈ സ്വതന്ത്ര MLA മാർക്കെതിരെ KT ജലീലിനും PV അൻവറിനുമെതിരൊക്കെ രംഗത്തെത്തുമ്പോൾ പോലും KT ജലീലിനെയും PV അൻവറിനെയും ഏറെക്കാലമായി സംരക്ഷിച്ചു വന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു, മുഖ്യമന്ത്രി തന്നെയായിരുന്നു. നേരത്തെ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അങ്ങനെ PV അൻവർ MLA താൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ഒരു നേതൃത്വം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാഭാവികമായും ആ മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്ന PV അൻവറും KT ജലീലുമൊക്കെ പരസ്യമായി രംഗത്ത് വരുന്നത്. ആ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടാനാണ് താൻ ഇപ്പോൾ ഒരു വെബ് പോർട്ടൽ ആരംഭിക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി KT ജലീൽ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ സെപ്റ്റംബർ 2 താൻ പുറത്തിറക്കാൻ പോകുന്ന ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പേരിൽ താൻ പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും KT ജലീൽ തുറന്നു. വിചിത്രമായ കാര്യങ്ങളാണ് ഇടതുപക്ഷത്ത് നിലകൊള്ളുമ്പോഴും ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിലെ ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതികൾ തുറന്നു കാട്ടാൻ ഒരു പോർട്ടൽ തുടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇടത് നേതാക്കൾ എത്തുന്നു. അത് KT ജലീലിൻ്റെ കാര്യത്തിലും PV അൻവറിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയിലേക്ക് ഇവരെ അടുപ്പിക്കുന്നില്ല എന്ന പല രൂപത്തിൽ രണ്ട് നേതാക്കളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.